സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം അധ്യായം 84 10 തിരുവചനം. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 84 സങ്കീർത്തനം കോരഹ് പുത്രന്മാർ രചിച്ചതാണ്. ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമാണ് കോരഹ് പുത്രന്മാരുടെ സമൂഹം. അവർ ദൈവാലയത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതാണ് 84 സങ്കീർത്തനത്തിൻ്റെ ഇതിവൃത്തം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോരഹ് പുത്രന്മാർ 84 സങ്കീർത്തനം ആരംഭിച്ചത്. തുടർന്ന് ആ ദൈവാലയത്തോടുള്ള ഇഷ്ടം, കൂറ്, സ്നേഹം താഴെ പറയുന്ന വാക്കുകളാൽ കോരഹ് പുത്രന്മാർ വർണ്ണിക്കുന്നു. എൻ്റെ ഉള്ളം അഥവാ എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ് യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. ദൈവാലയത്തെ ആഗ്രഹിക്കുന്ന, മോഹിക്കുന്ന, വാഞ്ചിക്കുന്ന കോരഹ് പുത്രന്മാർ, എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു എന്നാണ് തുടർന്ന് കോരഹ് പുത്രന്മാർ പ്രസ്താവിച്ചത്. തുടർന്ന് ഇങ്ങനെ ദൈവാലയത്തെ, ദൈവമന്ദിരത്തെ വർണ്ണിക്കുവാൻ, പ്രകീർത്തിക്കുവാൻ, പ്രഘോഷിക്കുവാൻ കോരഹ് പുത്രന്മാരെ പ്രേരിപ്പിച്ച ചില കാര്യങ്ങൾ 84 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു. കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കും ഒരു കൂട് കണ്ടെത്തിയിരിക്കുകയാണ്. അത് ദൈവാലയം ആകുന്ന സൈന്യങ്ങളുടെ ദൈവമായ രാജാവായ യഹോവയുടെ യാഗപീഠങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ദൈവാലയത്തിൽ വസിക്കുന്നതിൻ്റെ ഭാഗ്യവർണ്ണനയാണ് തുടർന്ന് ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവാലയത്തെ പ്രിയപ്പെടുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്ന നന്മകൾ ഈ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവിക ബലം, ദൈവിക ശക്തി, ദൈവിക സാന്നിധ്യം, ഇതെല്ലാം 84 സങ്കീർത്തനത്തിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന അനുഗ്രഹങ്ങളാണ്. ഒടുവിലായി നാം ഇന്ന് വായിച്ച് കേട്ട കുറിവാക്യത്തിൽ ദൈവാലയത്തിൻ്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത കോരഹ് പുത്രന്മാർ വർണ്ണിക്കുന്നു. അത് വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവാലയത്തിൽ വസിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടമെന്നും 84 സങ്കീർത്തനം 10 വാക്യത്തിൽ പറയുന്നു. ദൈവാലയം എത്ര ശ്രേഷ്ഠമാണ്! ദൈവ സാന്നിധ്യമുള്ള ഇടം, പ്രാർത്ഥനാലയം, ആരാധനാലയം, ദൈവവും അവിടുത്തെ ജനവുമായി ഒരുമിച്ച് കൂടുന്ന ഇടം. അവിടെ ദൈവം തൻ്റെ അനുഗ്രഹം തൻ്റെ ഭക്തന്മാരുടെ മേൽ അയക്കുന്നു.
കോരഹ് പുത്രന്മാരെ പോലെ നമുക്കും ദൈവാലയത്തെ പ്രിയപ്പെടാം. എന്തുകൊണ്ടെന്നാൽ ദൈവാലയത്തെ പ്രിയപ്പെടുന്നവരോടുകൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ആശീർവാദങ്ങളും എല്ലായ്പ്പോഴും കൂടെയിരിക്കും. ആമേൻ.